Again and again, Real Madrid സിറ്റിയെ ഏറ്റുമുട്ടുന്നു. UEFA ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും റിയൽ മാഡ്രിഡ് സിറ്റിയെ ഏറ്റുമുട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മാച്ചിന്റെ പ്രിവ്യൂലേക്ക് നടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. റിയൽ മാഡ്രിഡ് ഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് കോർട്ടോയ്സ് ഉണ്ടായിരിക്കും. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അർണോൾഡ് ഉണ്ടായിരിക്കും, അസൻസി ഉണ്ടായിരിക്കും, റൂഡിഗർ ഉണ്ടായിരിക്കും, മെൻഡി ആയിരിക്കും. അതുപോലെ തന്നെ മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ വാൽവേർഡ് ഉണ്ടായിരിക്കും, ഗുള്ള, ചോമനി, അതുപോലെ തന്നെ കമ്മവിംഗ. ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗാസ്റ്റി, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ. സെയിം ടൈം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് ഡൊണാറുമ ഉണ്ടായിരിക്കും. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഉണ്ടായിരിക്കും, ഡാസ് ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും, നൗറി ഉണ്ടായിരിക്കും. മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ റോഡ്രി, ചോർക്കി, സിൽവ ആൻഡ് റേലി. ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെർലിംഗ് ഹാലൻഡ് ആൻഡ് സെമനിയോ. ഈ ഒരു ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും റിയൽ മാഡ്രിഡിന്റെ മിഡ് പോയിട്ട് ഒരുപാട് കാലങ്ങളായ. മിഡ് എപ്പോഴാണോ റിയൽ മാഡ്രിഡ് തിരിച്ചെടുക്കുന്നത് ആ ഒരു സമയത്ത് റിയൽ മാഡ്രിഡിന്റെ മൊത്തത്തിലെ കളി മാറും, സംശയമില്ല. ഈ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സിറ്റി മിഡിൽ ഒരു ഒന്നൊന്നര കളി കളിക്കും. റോഡ്രി, ബെർണാർഡോ സിൽവ, ചോർക്കി, റേലി. കിഡിലൻ കളിയായിരിക്കും മാഡ്രിഡിനെതിരെ മിഡിൽ സിറ്റി കളിക്കാൻ പോകുന്നത്. അത് തന്നെ മാഡ്രിഡിനെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവാണ്. ഇനി അതിന് പുറമെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് മാഡ്രിഡിനെ സംബന്ധിച്ച്. കാരണം ഈ ഒരു ക്ലാഷ് വരുന്ന സമയത്ത് സ്കോഡ് നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിൽ ഒരുപാട് കീ പ്ലേയേഴ്സിന് ഇഞ്ചുറിയാണ്. കിലിയൻ എംബാപ്പ, ബെല്ലിംഗം, അതുപോലെ തന്നെ എഡർ മിൽജാവോ, അൽവാരോ ഗറാസ് ലാസ്റ്റ് ഇഞ്ചുറി ആയിപ്പോൾ, അതുപോലെ തന്നെ റോഡ്രിഗോ. ഈ കീ പ്ലേയേഴ്സിന് ഇഞ്ചുറിയാണ് റിയൽ മാഡ്രിഡിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽവാരോ, ആർബലക്ക് പ്ലേയേഴ്സിനെ ഇറക്കാൻ വേണ്ടി നല്ല പ്ലേയേഴ്സ് ഇല്ല. പെപ് ഗാർഡിയോളയെ സംബന്ധിച്ച് നല്ല പ്ലേയേഴ്സിനെ ഇറക്കാനുണ്ട്. ഏതെങ്കിലും ഒരു റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്ലെയറിന് സ്റ്റെപ്പ് ഡൗൺ ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്ലെയർ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ മറ്റൊരു നല്ലൊരു പ്ലെയറിനെ ഇറക്കാൻ റിയൽ മാഡ്രിഡിന് ഇല്ല. പക്ഷേ സിറ്റിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പ്ലെയറിന് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ മികച്ച ഒരു പ്ലെയറിനെ വീണ്ടും ഇറക്കാൻ സിറ്റിന്റെ കയ്യിലുണ്ട്. അത് തന്നെ റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവും സിറ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്ലേയേഴ്സിന് ഒരുപാട് ഇഞ്ചുറി ഉള്ളത് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് സ്ക്വാഡിൽ നല്ല പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് സിറ്റിയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ്. ഇനി എൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഹോം മാച്ചാണ്. റിയൽ മാഡ്രിഡിലാണ് കളി നടക്കാൻ പോകുന്നത്. സോ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് വിനീഷ്യസ് ജൂനിയർ ഈ കളിക്ക് മുമ്പ് ഫാൻസിനോടൊക്കെ വലിയൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വലിയൊരു ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യും, അതുപോലെ തന്നെ സിറ്റിയെ ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. സോ അത് വലിയൊരു പ്രതീക്ഷയായിട്ട് മാഡ്രിഡിന്റെ ഫാൻസിനൊക്കെ കാണാം. വിനീഷ്യസ് ജൂനിയർ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ശരിക്കും ഈ കളി നടക്കാൻ പോകുന്നത് തന്നെ പെപ് ഗാർഡിയോള വിയേഴ്സ് ആൽവാരോ അർബലോ അല്ല, റിയൽ മാഡ്രിഡ് വിയേഴ്സ് പെപ് ഗാർഡിയോള ആണ് മാച്ച് നടക്കാൻ പോകുന്നത്. ഒരു വിൻ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 65% മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു കഴിഞ്ഞു, 35% റിയൽ മാഡ്രിഡ് ജയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് വിനീഷ്യസ് ജൂനിയറിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. UCL വരുന്ന സമയത്ത് വിനീഷ്യസ് എന്തെങ്കിലുമൊക്കെ കാണിക്കും, വളരെ ഫേവറായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തരം കിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരിക്കും വിനീഷ്യസ് ജൂനിയറിൻ്റെ അടുത്ത്. അതുമാത്രമല്ല റീസെൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വിനീഷ്യസിനെ 10 മാച്ചുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 7 ഗോളും 2 അസിസ്റ്റും ഉണ്ട്. ആ 7 ഗോളിൽ 2 പെനാൽറ്റി ഗോൾ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗോളും നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. ചുമ്മാ കട്ടപ്പനക്ക് അടിച്ച ഗോളുകളൊന്നല്ല വിനീഷ്യസ്. കിഡിലൻ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് വിനീഷ്യസിന്. സാധനം കയ്യിലുണ്ട് അണ്ണൻ്റെ, അതുകൊണ്ട് കറക്റ്റായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിറ്റി അവിടെ പോകും. സ്കോഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സിറ്റി ജയിച്ചു കഴിഞ്ഞു. ഇനി വിനീഷ്യസ്, ഫെഡറിക്കോ വാൽവേർഡ്, വിനീഷ്യസ്, അതുപോലെ തന്നെ കോർട്ടോയ്സ് എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കളിയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോർസ് മൈ.